ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഭഗവാനിൽ ഭക്തിയും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം കഴിഞ്ഞ ദശകത്തിൽ, അതായത് 38 അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആ നാരായണനായിരിക്കുന്ന പരമേശ്വരൻ കുഞ്ഞായി മധുരയിൽ അവതരിച്ചു. വസുദേവർ ആ കുഞ്ഞിനെയും കൊണ്ട് അമ്പാടിയിലേക്ക് പോകാനുള്ള എഴുന്നള്ളത്താണ്. അപ്പോൾ ഭയങ്കര മഴയും കുറ്റാക്കുറ്റി ഇരുട്ടും. അപ്പോൾ എന്തു വന്നു? ആ കുഞ്ഞിന് വേണ്ടി ആരാ കുട പിടിച്ചു കൊടുത്തത്? ശേഷൻ, ഭഗവാന്റെ ശയ്യ. ഭഗവാൻ കിടക്കുന്ന മെത്ത അനന്തനാണല്ലോ. ആ അനന്തൻ്റെ പത്തി വിടർത്തി കുടയായി കൊടുത്തു. ആ നാഗരത്നങ്ങൾ കൊണ്ട് തിളക്കം കൊണ്ട് വഴിയും കാട്ടിക്കൊടുത്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വായിച്ചത്. അവസാനം നമുക്കിനി ദശകം 39 യോഗമായ വർണ്ണനം. ഭഗവാന്റെ മായ, ഭഗവാന്റെ വിഷ്ണുമായയുടെ വർണ്ണനമാണ്. അതെവിടെ അവതരിച്ചു? അമ്പാടിയിൽ നന്ദഗോപരുടെ യശോദരൻ കുഞ്ഞായിട്ട് അവിടെ യോഗമായയാണ് വന്ന് അവതരിച്ചേക്കുന്നത്. ആ വൈഭവമാണ് ഇവിടെ ഇതെല്ലാം അത്ഭുതം കാട്ടുന്നത്. അത് ഭഗവാന്റെ തന്നെ മായയാണ്. പരബ്രഹ്മത്തിൽ മായയുണ്ട്, സ്ത്രീയുണ്ട്, പ്രകൃതി പുരുഷ. അത് ഈ മഹാമായ ആ പരബ്രഹ്മത്തിൻ്റെ ഭാര്യയായ, അതായത് പ്രകൃതി. അപ്പോൾ ആ പ്രകൃതിയുടെ വർണ്ണനയാണ്. അതാണ് മായ, മഹാമായ, യോഗമായ വർണ്ണന. നമുക്കത് വായിക്കാം. ശ്ലോകം 1 യോഗമായ വർണ്ണനം. ദശകം 39. ഭവന്തം അയം ഉദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലൽ ജലഭരാകളിന്ദാത്മജാം. ഹോ അഹോ സലില സഞ്ജയ സ പുനർ ഐന്ദ്രജാലോദിതോ. ഇന്ദ്രജാലത്തിലാണ് ഐന്ദ്രജാലം. കാരണം വെള്ളം പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഭയങ്കര വെള്ളാവ, ഇന്ദ്രജാലം പോലെ. ജലൗഘ ഇവ തൽക്ഷണാൽ പ്രപദമേയതാം ആയയൗ. ഭവന്തം അയം ഉദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലൽ ജലഭരാങ്കളിന്ദാത്മജാം. അഹോ സലില സഞ്ജയ സ പുനർ ഐന്ദ്രജാലോദിതോ ജലൗഘ ഇവ തൽക്ഷണാൽ പ്രപദമേയതാം ആയയൗ. ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ, പിതാവായ വസുദേവർ, പരമാത്മാവായ ഭഗവാൻ, ആ നാരായണനായിരിക്കുന്ന പൊടിക്കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുത്തും കൊണ്ട് അമ്പാടിയിലേക്ക് പോകുമ്പോൾ വഴിക്ക് കാളന്തി നദി കടക്കണം. എങ്ങനെ കടക്കും ഭഗവാൻ? അതായത് ഭഗവാനും കൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം വസുദേവർ കാണുവാണ് നദി ആകാശമുട്ട തിരമാലകൾ ഉയർന്ന് പെരുവെള്ളമായി കണ്ടു. അത്ര വലിയ മഴയാണ്. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ ഭഗവാന്റെ എഴുന്നള്ളത്തല്ലയോ. അപ്പം ആ എഴുന്നള്ളത്ത് കാളന്തി നദി അത് കണ്ടു കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. ആരാ വരുന്നത്? പരമാത്മാവല്ലേ, ആ ഭഗവാന്റെ എഴുന്നള്ളത്തല്ലേ. അപ്പോൾ കാളന്തി നദി എന്ത് ചെയ്തു? ആ പെരുവെള്ളം പാദം നനയത്തത്ര വെള്ളമായി തീർന്നു. ഭഗവാന്റെ മായ, പ്രകൃതിയല്ലേ, മഹാമായല്ലേ. അപ്പം പ്രകൃതിയല്ലയോ വെള്ളവും ഈ പഞ്ചഭൂതങ്ങളും ഈ പ്രകൃതിയെല്ലാം ആ മായയല്ലേ. അപ്പോൾ അവിടെ അടങ്ങിയിരിക്കുമോ ഈ മഹാമായ? പരമാത്മാവിൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ പരമാത്മാവിൻ്റെ എഴുന്നള്ളത്താണ് വരുന്നത്. പൊടി കുഞ്ഞാരാ? പരമാത്മാവായ നാരായണനാണ്. അപ്പോൾ ആ ഭാര്യ പ്രകൃതി പുരുഷൻ വരുന്നു, കുഞ്ഞായിട്ട് വരുന്നു. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്ത്? വഴിമാറിക്കൊടുക്കും ജലം. അവിടെ ഇറങ്ങിപ്പോകണ്ടേ പിതാവിന്? ആ വസുദേവർ പ്രായം ചെന്ന ആളല്ലേ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളത്തായി വന്നപ്പോൾ നദി എന്ത് ചെയ്തു? വെള്ളമെല്ലാം എങ്ങനെ താഴ്ന്ന് നനയത്തത്ര, പാദം നനയത്തത്ര വെള്ളമായി തീർന്നു. കുറച്ച് വെള്ളം, ആ പാദം മാത്രം, പിതാവിൻ്റെ പാദം മാത്രമേ ഉള്ളൂ നനയാൻ. ഒരു ജാലവിദ്യ പോലെ ഉയർന്നിരുന്ന വെള്ളം താണുപോയി. നിമിഷം കൊണ്ട് പൊങ്ങി നിന്ന വെള്ളം എങ്ങോട്ടോ പോയി. അതിശയമല്ലാതെ മറ്റെന്താണ്? ഭഗവാന്റെ മായ, അല്ലാതെ എന്ത് പറയാനാ? അതാണ്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. പ്രസുപ്ത പശുപാലിക്കാം നിഭൃതം ആരുതൽ ബാലികാം അപാവൃത കവാടികാം പശുപവാടികാം ആഭിഷൻ. ഭവന്തം അയം അർപ്പയൻ പ്രസവ തൽപകേ തൽപദാൽ
വഹൻ കപടകന്യകാം സ്വപുരം ആഗതോ വേഗത പ്രസുപ്ത പശുപാലിക്കാം നിഭൃതം ആരുദത് ബാലിക്കാം അപാവൃത കവാടിക്കാം പശുപവാടിക്കാം ആവിശൻ ഭവന്തം അയം അർപ്പയൻ പ്രസവ തൽപകേ തൽപദാൽ വഹൻ കപടകന്യകാം സ്വപുരം ആഗതോ വേഗത. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് എങ്ങനെയാ ഭഗവാനെ വർണ്ണിക്കുന്നത്? കംസന്റെ കാരാഗൃഹത്തിൽ ദേവകി പ്രസവിച്ച ഉടനെ തന്നെ നന്ദഗൃഹത്തിൽ യശോദയും പ്രസവിച്ചു. അതായത് യോഗമായ. എന്നാൽ മായാദേവിയുടെ മായ മൂലം ആരും ഒന്നും അറിഞ്ഞത് അവിടെ അറിഞ്ഞില്ല, ഇവിടെ അറിഞ്ഞില്ല. യശോദയും പോലും അറിയുന്നില്ല, അങ്ങ് കുറ്റുറക്കമായിപ്പോയി. ഇവിടെയും ആരെയും അറിയിച്ചില്ല. കുഞ്ഞൊന്ന് കരഞ്ഞിട്ട് വേണ്ടി ആരെങ്കിലും അറിയാനും. അതുകൊണ്ട് ഇതെല്ലാം അത്ഭുതമല്ലേ? പരമാത്മാവായ പരംപുരുഷനല്ലേ? അതുപോലെ തന്നെ അവിടെയും ആ പുരുഷൻ്റെ ഭാര്യ പ്രകൃതി മഹാമായല്ലേ? എന്തെങ്കിലും ആരെങ്കിലും അറിയിക്കുമോ? വേണ്ടാന്ന് വെച്ചാൽ വേണ്ട തന്നെ. അതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞതില്ല. നന്ദഗേഹത്തിലും അതായത് യശോദ അവിടെയും എല്ലാവരും മായയ്ക്ക് അധീനരായി ഉറങ്ങിപ്പോയി. ആ സമയത്താണ് വസുദേവർ ഈ കുഞ്ഞിനെയും കൊണ്ട് ഉണ്ണിയെ കൊണ്ട് ചെന്നത്. മായ മൂലം വസുദേവർ എത്തിയതോ ഉണ്ണിയെ കിടത്തി പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതോ ആരും അറിഞ്ഞില്ല. വസുദേവർ അമ്പാടിയിൽ എത്തിയപ്പോൾ ഗോപസ്ത്രീകളെല്ലാം നിദ്രയ്ക്ക് അധീനരായി തീർന്നു വെച്ചാൽ അതിഭയങ്കര ഉറക്കമായിപ്പോയി. അവിടെ കൃഷി എന്തുവാ? പശുകൃഷിയാണ്, ഗോക്കളുടെ കൃഷി. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ഗോപസ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊന്നും അറിഞ്ഞില്ല. അതിഭയങ്കര ഉറക്കം. പോരെങ്കിൽ പാതിരാത്രിയല്ലേ, ഭഗവാൻ എല്ലാം കൽപ്പിച്ചല്ലേ ആ സമയം എടുത്തത്. അപ്പോൾ നിദ്രയ്ക്ക് അധീനരായി തീർന്ന സർവ്വപേരും. ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്ന ശബ്ദം മാത്രം കേട്ടിരുന്നു. ആരാ? വസുദേവർ. പതുക്കെ കുഞ്ഞ് കരഞ്ഞെന്താ? അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് വസുദേവർക്ക് ചെല്ലുമ്പോൾ അറിയണ്ടേ? ഭ്രമിച്ചു പോകത്തില്ലേ? എന്ത് എവിടാ കിടക്കുന്നു അറിയാതുകൊണ്ട്. അതുകൊണ്ട് വസുദേവർ കേൾക്കത്തക്കോണം പതുക്കെ ആ കുഞ്ഞൊന്ന് കരഞ്ഞു. നോക്കിയപ്പോൾ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. അതും ആ ദേവിയുടെ അത്ഭുതമല്ലേ? ആരും തടയാനുണ്ടായിരുന്നില്ല. വസുദേവർ ഉള്ളിൽ കടന്ന്, അത് അകത്ത് കിടന്ന് യശോദയുടെ സമീപം കിടക്കുന്ന പെൺകുഞ്ഞിനെ മാറ്റി തലസ്ഥാനത്ത് അവിടെ ഉണ്ണിയെ കിടത്തി. അതായത് ആ യശോദയുടെ അടുക്കയിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ കിടന്ന സ്ഥാനത്ത് തന്നെ നമ്മുടെ പരമാത്മാവായ പരംപുരുഷനെ അവിടെ കിടത്തിയ കുഞ്ഞിനെ. ഉടനെ തന്നെ ആ ബാലികയെയും കൊണ്ട് മധുരാപുരിയിലേക്ക് എത്തിച്ചേരുകയും നിശബ്ദമായി ഉണ്ണിയെ ദേവകിയുടെ സമീപത്ത് കിടത്തുകയും ചെയ്തു. രണ്ടുപേരും നല്ല ഉറക്കമല്ലേ? അപ്പോൾ യശോദ ഉണർന്ന് ആ കുഞ്ഞിനെ കണ്ടുപോയിരുന്നെങ്കിൽ പെൺകുഞ്ഞാന്ന് അവരറിയും. അതുകൊണ്ട് പ്രസവിച്ചപ്പോഴേ അങ്ങ് ഉറക്കിക്കളഞ്ഞു ഭഗവാൻ. അതും അവിടുത്തെ മായാശക്തി, അതാ യോഗമായ വർണ്ണനം നമ്മൾ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. തതസ്തത് അനുചാരവ ക്ഷപിത നിദ്ര വേഗദ്രവൽ ഫടോൽക്കര നിവേദിത പ്രസവ വാർത്തയൈ വാർത്തിമാൻ വിമുക്ത ശിഖരോൽക്കര സ്ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. തതസ്തത് അനുചാരവ ക്ഷപിത നിദ്ര വേഗദ്രവൽ ഫടോൽക്കര നിവേദിത പ്രസവ വാർത്തയൈ വാർത്തിമാൻ വിമുക്ത ശിഖരോൽക്കര സ്ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ഇവിടെ പറയുന്നു, വസുദേവര് ദേവകിയുടെ സമീപത്ത് കുഞ്ഞിനെ, അതായത് അവിടുന്ന് അമ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന ആ നന്ദജയെ, അതായത് നന്ദഗോപരുടെ യശോദയുടെ മകള് കന്യകയെ കിടത്തിയ ഉടനെ അടുത്ത ദേവകിയുടെ അടുത്ത് കിടത്തിയ ഉടനെ തന്നെ ആ ശിശു, ആ മായാദേവി ഉറക്കെ കരയാൻ തുടങ്ങി. കാരണം അമ്മയുടെ ആ ദേവിയുടെ എന്താ വന്നത്, ആ കാര്യം നിർവഹിച്ചിട്ട് പോണ്ടേ, അവിടെ കിടന്നാൽ മതിയോ? അതുകൊണ്ട് ഉറക്കേ അങ്ങ് കരയാൻ തുടങ്ങി. താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വാർത്ത എല്ലാവരെയും അറിയിക്കും പോലെ അത്ര ഉറക്കെ കരഞ്ഞു. കാരണം കംസൻ അറിയണ്ടേ, അറിഞ്ഞെങ്കിലല്ലേ ബാക്കി കാര്യങ്ങൾ നടത്താൻ പറ്റൂ. അങ്ങനെ കരച്ചിൽ കേട്ട് കംസഭടന്മാർ പിടഞ്ഞെഴുന്നേറ്റ് ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം അറിയിച്ചു. ആരെയാ? കംസനെ. അത് കേട്ട ഉടനെ കംസൻ സംഭ്രമിച്ച് വേഗം അങ്ങ് എഴുന്നേറ്റു.
അഴിഞ്ഞ മുടി കെട്ടാൻ പോലും നിൽക്കാതെ അയാൾക്ക് അങ്ങനെ പണ്ടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ മുടി കാണും. ആ മുടി പോലും അഴിഞ്ഞു കിടക്കുന്ന കെട്ടാതെ പോലും നിൽക്കാതെ അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചു പോലും ഇല്ല. അങ്ങനെ ഇല്ല, സംഭ്രമിച്ച അയ്യോ വന്നോ, അവിടെ ജനിച്ചോ, എന്നെ ഇപ്പോൾ കൊല്ലാനുള്ള ആൾ വന്നു എന്നുള്ള സംഭ്രമം കൊണ്ട് അഴിഞ്ഞ മുടി കെട്ടാൻ പോലും നിൽക്കാതെ പാഞ്ഞങ്ങ് എത്തിയപ്പോൾ കണ്ടതെന്താ, ദേവകിയുടെ കയ്യിൽ ഒരു കന്യകാരത്നം ഇരിക്കുന്നു. കുട്ടി കിടന്ന് കരഞ്ഞപ്പോൾ ദേവകി ആ കുഞ്ഞിനെ എടുക്കുമല്ലോ, അപ്പോൾ അവിടെ കിടത്തിയെങ്കിലും കുഞ്ഞ് കരഞ്ഞപ്പോൾ ദേവകി എടുത്ത്. അപ്പോൾ കണ്ടതെന്താ, ഒരു പെൺകുഞ്ഞ് കന്യകാരത്നം ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ കംസന് സന്തോഷമല്ല, കുണ്ഠിതമാണ് ഉണ്ടായത്. അത്രമാത്രം കുണ്ഠിതം അയാൾക്കുണ്ടായി. കാരണം വിചാരിച്ചതുപോലൊന്നും അല്ലല്ലോ എന്ന്. അശരീരി എന്താ പറഞ്ഞത് എന്തെന്നാൽ, ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലുമെന്നായിരുന്നല്ലോ അശരീരി. അതല്ലാതെ അവിടെ ഓപ്പോസിറ്റായി. ഇപ്പോൾ ആ അശരീരിക്ക് വിപരീതമായി കന്യകയെ കണ്ട കംസൻ വല്ലാതായി. അയാൾക്ക് എന്ത് വേണമെന്ന് അറിയാമോ, ഇതെന്താ സംഭവം, എന്ത് മറിമായ, ഇങ്ങനെ ഒരു അശരീരി ഇങ്ങനെ കള്ളത്തരം പറയുമോ എന്നൊക്കെ കംസന് തോന്നിപ്പോന്ന്. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.